2025 മെയ് 28 രാവിലെ 8 മണി വരെയുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 1010 സജീവ കോവിഡ്-19 കേസുകളുണ്ട്. മെയ് മാസത്തിൽ രാജ്യത്ത് കോവിഡ്-19 കേസുകളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെട്രോ നഗരങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. WHO ഇപ്പോൾ JN1 വകഭേദത്തെ ശ്രദ്ധേയമായ വകഭേദമായും LF7 NB181 എന്നിവയെ നിരീക്ഷണത്തിലുള്ള വകഭേദങ്ങളായും തരം തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വകഭേദങ്ങൾ മുൻപത്തെ അപേക്ഷിച്ച് കൂടുതൽ അപകട സാധ്യതയുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ BA2 JN1 വകഭേദങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലെ ഭൂരിഭാഗം കേസുകളും നേരിയ തോതിലുള്ളവയാണ്, വീട്ടിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നവ. ഗുരുതരമായ മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവരിൽ മാത്രമാണ് ചില മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സജീവ കേസുകൾ ഉള്ളത്. 430 കേസുകൾ, ഒപ്പം 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ രോഗികളും വീട്ടിൽ ചികിത്സിച്ചവരാണ്. മഹാരാഷ്ട്രയിൽ, പ്രത്യേകിച്ച് മുംബൈയിൽ മെയ് മാസത്തിൽ 240-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 210 സജീവ കേസുകളുണ്ട്, ഒപ്പം 3 മരണങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മരണങ്ങൾ മറ്റ് ഗുരുതര രോഗാവസ്ഥകൾ ഉള്ളവരിൽ മാത്രമാണ്. മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലും ഡൽഹി, കർണാടക, ഗുജറാത്ത്, തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേസുകളിൽ വർധനവ് കാണുന്നുണ്ട്. ബംഗളൂരുവിൽ കുട്ടികളിലും പ്രായമായവരിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനാൽ കർണാടകയിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു. 47 കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഒറ്റ ദിവസ കണക്കും രേഖപ്പെടുത്തി. 104 രോഗികളാണ് അവിടെയുള്ളത്. എല്ലാവരും ഹോം ക്വാറന്റൈനിലാണ്. ഉത്തർപ്രദേശിൽ 15 കേസുകളും, രാജസ്ഥാനിൽ 13 കേസുകളും, പശ്ചിമ ബംഗാളിൽ 12 കേസുകളും, തമിഴ്നാട്ടിൽ 69 കേസുകളും, തെലങ്കാനയിൽ 10 കേസുകളും, ഗുജറാത്തിൽ 8 കേസുകളും 3 മരണങ്ങളും എന്നിങ്ങനെയാണ് കണക്കുകൾ. റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ കേസുകളിൽ ഭൂരിഭാഗവും നേരിയ തോതിലുള്ളവയാണ്. ആശുപത്രി പ്രവേശനം ആവശ്യമുള്ളവർ വളരെ കുറവാണ്. മരണങ്ങൾ പ്രധാനമായും മറ്റ് ഗുരുതര രോഗാവസ്ഥകൾ ഉള്ളവരിലാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രോഗവ്യാപനം തടയുന്നതിനും നിരീക്ഷണം ശക്തമാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും പരിഭ്രാന്തരാകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലാണ് പുതിയ കേസുകൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ NB181 എന്ന ഉപവകഭേദം ജിനോം സ്ക്വീൻസിംഗിലൂടെ കണ്ടെത്തി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം തെക്കുകിഴക്കൻ ഏഷ്യയിൽ കേസുകൾ വർദ്ധിക്കുകയാണ്. സിംഗപ്പൂരിൽ ഏപ്രിൽ 20 മുതൽ 26 വരെയുള്ള 11,100 കേസുകളിൽ നിന്ന് 27 മുതൽ, അതായത് ഏപ്രിൽ 27 മുതൽ മെയ് 3 എത്തുമ്പോൾ 14,200 കേസുകളായി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം വരെ 1010 സജീവ കേസുകൾ ഉണ്ടായിരുന്നു. 43% കേരളത്തിലും 21% മഹാരാഷ്ട്രയിലുമാണ്. മെയ് 19 മുതൽ മഹാരാഷ്ട്രയിൽ 3, കേരളത്തിൽ 2, കർണാടകയിൽ 1 മരണം എന്നിങ്ങനെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇവ കോവിഡ്-19 മൂലമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ്. കേസുകൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ വിവിധമാണ്. വാക്സിനേഷനോ മുൻ അണുബാധയോ മൂലമുള്ള പ്രതിരോധശേഷി കാലക്രമേണ കുറയുന്നു. ഇത് വീണ്ടും അണുബാധയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. SARS-CoV-2 വൈറസ് പരിണമിച്ച് NB181, LF7, JN1 തുടങ്ങിയ വകഭേദങ്ങൾ രൂപപ്പെടുന്നു. എങ്കിലും ഇവ മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് ഗുരുതരമല്ല. തണുപ്പോ ഈർപ്പമോ ഉള്ള കാലാവസ്ഥയിൽ ശ്വാസകോശ വൈറസുകൾ എളുപ്പത്തിൽ വ്യാപിക്കുന്നു. ഇന്ത്യയിൽ പരിശോധനയും ജിനോം സ്ക്വീൻസിംഗും കുറഞ്ഞതിനാൽ കേസുകൾ കണ്ടെത്താൻ വൈകുന്നു. ഗുരുതര രോഗാവസ്ഥകളുള്ളവർക്കും ദുർബല പ്രതിരോധശേഷി ഉള്ളവർക്കും അപകട സാധ്യത കൂടുതലാണ്. ഫ്ലൂ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ വൈറസുകൾക്ക് സീസണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാറുണ്ട്. കോവിഡ്-19 ഇപ്പോൾ ഒരു സീസണൽ രോഗമായി മാറിയിരിക്കുന്നു. പ്രതിരോധശേഷി കുറയുക, പുതിയ വകഭേദങ്ങൾ ഉടലെടുക്കുക, കാലാവസ്ഥാ മാറ്റങ്ങൾ, പരിശോധനകൾ കുറയുക തുടങ്ങിയ ഘടകങ്ങൾ കേസുകളുടെ വർധനവിന് കാരണമാകുന്നുണ്ട്. ലോകമെമ്പാടും സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കൂടുതലാണെന്ന് WHO റിപ്പോർട്ട് ചെയ്യുന്നു. മുൻകരുതലുകളായി തിരക്കേറിയ സ്ഥലങ്ങളിലോ ജലദോഷം, പനി, തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളപ്പോഴോ മാസ്ക് ധരിക്കണം. 2023 എയിംസ് ICMR കോവിഡ്-19 ദേശീയ ടാസ്ക് ഫോഴ്സ് മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം നേരിയ ലക്ഷണങ്ങളുള്ളവർ വീട്ടിൽ ഐസൊലേഷനിൽ കഴിയണം. ശാരീരിക അകലം പാലിക്കുക, കൈകൾ ഇടയ്ക്കിടെ കഴുകുക, ധാരാളം വെള്ളം കുടിക്കുക, താപനിലയും ഓക്സിജൻ നിലയും നിരീക്ഷിക്കുക. ബാക്ടീരിയ അണുബാധ ഇല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ ഒഴിവാക്കണം. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, SpO2 93% താഴെ, 5 ദിവസത്തിന് കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി, കടുത്ത ചുമ എന്നിവ ഉണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം.
66 വയസ്സിന് മുകളിലുള്ളവർ, ഹൃദയ, പ്രമേഹ, വൃക്ക, കരൾ രോഗലക്ഷണങ്ങൾ, ക്ഷയം, അമിതവണ്ണം, ദുർബല പ്രതിരോധശേഷി എന്നിവയുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിൽ 8 ദിവസത്തിനിടെ 5 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കല്യാൺ സ്വദേശിയായ 47 വയസ്സുകാരി ടൈഫോയിഡിന് ചികിത്സയിലിരിക്കെ കോവിഡ് പോസിറ്റീവായി മരിച്ചു. മറ്റ് മരണങ്ങളിൽ വൃക്കരോഗമുള്ള 14 വയസ്സുകാരി, അർബുദമുള്ള 59 വയസ്സുകാരൻ, ഹൃദയരോഗമുള്ള 70 വയസ്സുകാരൻ, പ്രമേഹവുമായി ബന്ധപ്പെട്ട കീറ്റോ അസിഡോസിനുള്ള 21 വയസ്സുകാരൻ എന്നിവ ഉൾപ്പെടുന്നു. നിലവിലെ കോവിഡ്-19 കേസുകൾ നേരിയ തോതിലുള്ളവയാണ്. ആശുപത്രി പ്രവേശനം കുറവാണ്. ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനം സ്ഥിതി കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാണ്. പക്ഷേ ജനങ്ങൾ ജാഗ്രത പാലിക്കണം.